അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അതായത് നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈവൻ ചാറ്റ് GPT യോടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് AI ടൂൾസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയർക്ക് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPT ഒക്കെ ഉത്തരം പറയുക, ആദ്യം പറയുക പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്യൂരിയോസിറ്റി, കണ്ടിന്യൂസ് ലേണിംഗ്, ഇങ്ങനെ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്നിലുണ്ടോ എന്ന് ഓരോ സ്റ്റുഡൻറ്റും ആലോചിക്കുന്ന ഒരു ടൈം കൂടിയാണ്. കാരണം ചിലർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ കീമിന് അവർ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ വീട്ടിൽ പൈസ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പേരൻസിന് കഴിയും. ചിലർ പറയുന്നത് കർണാടകത്തിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികൾ, മണിപ്പാലോ, LPU, SRM, VIT പോലത്തെ ഒരുപാട് നമുക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റുണ്ട്. ചിലപ്പം കേരളത്തിനെക്കാട്ടിലും ചീപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വെളിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിടത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഈ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഈ കാര്യങ്ങളൊന്നും ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം എക്സാം എഴുതിയിട്ടില്ല, കീമിൻ്റെ എക്സാമിൻ്റെ ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരാണ് ആ ലെവലിൽ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് പോയാൽ അത് ഒരു ട്രാജഡി ആകുമോ, അതോ ആ കോഴ്സിൽ നിന്ന് അവർ ഈ പറഞ്ഞ ഒരു എംപവർമെൻറ്റ് അവർക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അല്ല, അതിലൊരു കാര്യം, ആ ചോദ്യത്തിന് നമ്മളിപ്പോൾ അതങ്ങനെ വരുമോ അറിയില്ല, കേരളത്തിൽ പഠിക്കണോ പുറത്ത് പഠിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ, പല കുട്ടികളും ചോദിക്കുകയാണ്. കേരളത്തിൽ കിട്ടി, പക്ഷേ കിട്ടിയത് താഴത്തെ ഒരു മാനേജ്മെൻറ്റ് സീറ്റാണ്, താഴത്തെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. പക്ഷേ എനിക്ക് അടുത്തുള്ള 2-3 ഡീംഡ് യൂണിവേഴ്സിറ്റി കിട്ടുമ്പോൾ തെറ്റൊന്നുമില്ല. നമ്മൾക്ക് ഒരു കോളേജിനും കുറ്റം പറയാൻ പറ്റില്ല. ഇതിന് ബേസിക് എന്താ വെച്ചാൽ, ഈ ഒരു എന്താണ് ബോഡി ഫിറ്റ് ഡ്രസ്സ്, നമ്മൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമ്മുടെ ദേഹത്തിന് ഫിറ്റായിട്ടുള്ള മേടിക്കുക. അപ്പോൾ എവിടെ പഠിക്കണം? നിങ്ങൾക്ക് ഫിറ്റായ കോളേജിൽ പഠിക്കുക. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ഇവിടെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചു, ഭാഷയുടെ പ്രശ്നമുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് മോശമാണ്, റിസർവ്ഡാണ്, ആൾക്കാരായിട്ട് പരിചയപ്പെടാത്ത റിസർവ്ഡാണ് കുട്ടി. ഒന്ന് നമ്മൾ SRMലോ LPU ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ എക്സ്പോഷർ കിട്ടുക, ഒരു പേഴ്സണാലിറ്റി മാറും, എവിടെ പോകാൻ ചങ്കൂറ്റം കിട്ടും. ഈ കുട്ടി ഇവിടെ നിന്ന് LPUവിൽ പോയിട്ട് പഠിച്ച് 4 പ്രാവശ്യം ട്രാവൽ ചെയ്യും, അതൊരു വലിയൊരു സ്കില്ലാണ്. സ്വന്തമായി ട്രാവൽ ചെയ്യുക, ഒന്ന് പോവുക, സ്വന്തമായിട്ട് ഒന്ന് 4 പേരെ മുഖത്ത് നോക്കി സംസാരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജും അവിടെ ചോദിക്കഴിഞ്ഞാൽ പാൻ ഇന്ത്യ ആൾക്കാരാണ്, ഈ മലയാളം പറ്റില്ല. ഇപ്പോൾ 4 കൊല്ലം മലയാളം പറയാണ്ടായിക്കഴിഞ്ഞാൽ, ഈ മലയാളം പറയാണ്ടായാൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഡോമിനേറ്റ്. അപ്പോൾ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഒരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റും, ഒരു ഫ്ലാംബോയൻറ്റ് സ്റ്റൈൽ വരിക, ഒരു സെൽഫ് കോൺഫിഡൻസ് വരിക, ഒരു പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ വരണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോവുക. ഒരു നന്നായിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം, ഒരിടത്തും പോകേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ പഠിപ്പിക്കുന്ന കോളേജ് ബെസ്റ്റ് കോളേജസാണ്. കേരളത്തിലെ അധ്യാപകന്മാർ കമ്മിറ്റഡാണ്. ഇവിടെ 2-3 ഇവിടെയൊക്കെ ഞാൻ പോയി, അവിടെ 2-3 ആൾക്കാരൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സൗകര്യമുണ്ട്, ഒന്നും പുറത്ത് പോയി പഠിക്കണം, എന്താ തെറ്റ്? പോയി പഠിച്ചോളൂ. പക്ഷേ ആ പോയി പഠിക്കണത് ഇത് മോശമായ കൊണ്ടല്ല, ഇവിടെയും കൊള്ളാം അവിടെയും കൊള്ളാം. അപ്പോൾ വളരെ നീഡ് ബേസ്ഡ് ആയിട്ട് നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ കോളേജോട്ട് പോകേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പിന്നിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് എഞ്ചിനീയറിംഗ് കണ്ട് ഭയങ്കര ബാലികേറാമലയാണ്, അതുപോലെ ഇതിനകത്ത് ഒരുപാട് മാത്സ് ഉണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊന്നും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇത് ഹാർഡ് കോർ ജോലിയാണെന്ന് എന്നൊരു തെറ്റിദ്ധാരണ അതിനകത്തുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരെല്ലാവരും ആ ഫീൽഡിലേക്കാണ് പോകുന്നതെന്നുള്ള നാരോ മൈൻഡഡ്നെസ് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത്. പക്ഷേ അതല്ലാതെ എഞ്ചിനീയറിംഗിന് ശേഷം നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ മറ്റ് ഫീൽഡുകൾ ഒരുപാടുണ്ട്. MBA എടുത്തിട്ട് മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകുന്നവരുണ്ട്. പെർഫെക്റ്റായിട്ട് പോകാം. അപ്പോൾ ഈ പറഞ്ഞ ഭയങ്കര വലിയ മാത്തമാറ്റിക്കൽ സ്കിൽസോ ഇറ്റ് ഈസ് ഹൈ ടൈം. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ അറിയോ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയറിംഗ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് എ ബേസിക് ഡിഗ്രി. എന്താണ് ബേസിക് ഡിഗ്രി? അതുകൊണ്ട് 2 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന BBA, BSc, BCom ഇക്വലൻ്റ് ആക്കുകയാണോ? എന്താ തെറ്റ്? ഒരു കൊല്ലം എക്സ്ട്രാ പഠിക്കണം എന്നല്ലേ ഉള്ളൂ, അല്ലേ? അങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് അതായത് നമ്മൾ BSc 3 കൊല്ലം നമുക്ക് വേണമെങ്കിൽ ഒരു കൺസീവ് ചെയ്യാം. BTechന് BScയുടെ ഫീസേ ഉള്ളൂ, BTechന് 3 കൊല്ലമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് എന്താ? BTech ആണ്. അത് അതിൻ്റെ സിലബസ് നോക്കി ഞെട്ടിപ്പോവില്ലേ? ബെസ്റ്റ് സിലബസ്. അപ്പോൾ അത് പഠിച്ച് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു 15-20 കൊല്ലം മുമ്പ് അവസരങ്ങളുണ്ടായില്ല പഠിക്കാൻ. ഇപ്പോൾ അവസരങ്ങളുണ്ട്, സീറ്റുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ്ങില്ലേ. നമ്മുടെ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഇഷ്ടംമാതിരി കോളേജ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും BTech, സാധാരണ വീട്ടിലെ ആൾക്കാർ BTech പഠിക്കണം, അതൊരു അവസരമായിട്ട് കാണുക, അതൊക്കെ സക്സസ്ഫുള്ളായിട്ട് കാണണ്ട. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിലേ, ഇതിന് നമ്മൾ സാധാരണ ഡിഗ്രി ആയിട്ട് ഒരു BTech ഷുഡ് ബി ഓൾവേസ് ടേക്കൺ ആസ് എ ഗ്ലാമർ ഡിഗ്രി ദാൻ ബേസിക് ഡിഗ്രി. അതൊരു തെറ്റ്, നഷ്ടമല്ല. നിങ്ങൾ BTech പഠിച്ച എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണ്ട. പിന്നെ നിങ്ങൾ ഇടയ്ക്കെന്തോ പറഞ്ഞു പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? മാത്സ് ഉണ്ട്. എന്താണ് മാത്സ് ഉണ്ട്? മാത്സിന് 40% ഉള്ളൂ. മാത്സ് കണ്ടാൽ പേടിയാണ്. എന്നോട് വ്യക്തിപരമായിട്ട് എഞ്ചിനീയറിംഗ് പോകേണ്ട പറയും, ദിവസം പേടിക്കും. പിന്നെ ഒരു കാര്യം എന്താ അറിയോ, സിറ്റുവേഷൻസ് മാറി. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ആപ്പ് വിച്ച് ക്യാൻ ഇംപ്രൂവ് യുവർ മാത്തമാറ്റിക്കൽ എബിലിറ്റി. ഇത്തവണ GMAINSന് 10ാമത്തെ റാങ്ക് മേടിച്ച ഒരാളുണ്ട്. അയാൾക്ക് BSc +2 മാത്സിന് 57% മാർക്കുള്ളൂ. +2 മാത്സിന് 57% ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പറയും എഞ്ചിനീയറിംഗിന് പോകണ്ടെന്ന്. അവൻ പോയത് IIT-ലാണ്. എവിടെ? IIT-ലാണ്.
അപ്പോൾ അവൻ പറഞ്ഞത് മാത്സ് വീക്കായിരുന്നു, 10ാം ക്ലാസ്സിനും കുറവായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഏതൊരു ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെയിലി 2 hours പ്രാക്ടീസ് ചെയ്യായിരുന്നു. സോ മൈ ന്യൂമറിക്കൽ എബിലിറ്റി സ്ട്രോങ്, നോട്ട് നെസസറി ഐ ഇംപ്രൂവ്ഡ് മൈ ന്യൂമറിക്കൽ എബിലിറ്റി സ്കോർ ഫോർ +2. +2 ഹയർ മാത്സ് വരും, അത് ടോപ്പിക് ബേസ്ഡ് ആണ്. അതല്ല, എൻ്റെ ന്യൂമറിക്കൽ എബിലിറ്റി ഇമ്പ്രൂവ് ആയി. സോ GMAINസിന് ന്യൂമറിക്കൽ എബിലിറ്റി മതി, ഞാൻ സുഖമായിട്ട് സ്കോർ ചെയ്തു. നൗ ഈസ് ഗെറ്റിംഗ് ഫോർ. അപ്പോൾ പണ്ടൊക്കെ മാത്സ് പേടിക്കണം. പണ്ട് മാത്സിന് ഒരു 60% അല്ലെങ്കിൽ ക്ലാസ്സിലെ മാഷന്മാർ തന്നെ പറയും ബിടെക്കിന് പോകണ്ടാ പറയും പണ്ട്. ഇപ്പം അതൊന്നുമല്ല, 50% പഠിച്ച ആൾക്കാർക്ക് എന്തിനു പോകാം, എഞ്ചിനീയറിന് പോകാം, പ്രൊവൈഡഡ് നീ ആ മാത്സ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സൈഡ് ലൈൻ പ്രോസസ്സ് നോക്കണം. ഇതാ സോ മെനി ആപ്സ് ടു ഇമ്പ്രൂവ് ചെയ്യുക മാത്സ്, ബേസിക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ മാത്സ് എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ആണ് എഞ്ചിനീയറിംഗ് ഡ്രൈവിംഗ് സബ്ജക്റ്റ്. പക്ഷേ മാത്സിനെ പേടിക്കേണ്ട, നമ്മൾ അക്വയർ ചെയ്താൽ മതി. അതായത് പണ്ട് ഇതിനൊരു വാക്ക് ത്രെട്ട് എന്നായിരുന്നു, ഇപ്പോൾ ലോകത്ത് ത്രെട്ട് മാറി, അതിനത് മാറ്റിയിട്ട് അവരെന്ന് ചലഞ്ചാക്കി. ഫിസിക്കലി ത്രെട്ടൻഡ് പീപ്പിൾ ഇല്ല, അപ്പോൾ ഫിസിക്കലി ചലഞ്ചറേ ഉള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും മാത്സിന് കുറവാണ്, മാത്സില്ലെങ്കിൽ പഠിക്കണം, ഇതൊക്കെ നമുക്ക് ആ കോഴ്സിൻ്റെ കൂടെ അക്വയർ ചെയ്യാം. അതായത് ഇതുവരെ ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ 57 മാർക്കുള്ള ഒരാൾക്ക് IIT എത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മാത്സ് അതിൻ്റെ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്, ആപ്പ് ഉണ്ട്, ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസ് ഒരിക്കലും അതിൻ്റെ പേരിൽ നിങ്ങൾ മാറ്റി വെക്കരുത്, അത്തരം റൂട്ടുകളിലേക്ക് പോകാം. ഞാൻ ഒരു ലാസ്റ്റ് വാക്കും കൂടി പറയാം. നമ്മുടെ മുമ്പിൽ എക്സും വൈയും 2 കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ എയും ബിയും 2 കാൻഡിഡേറ്റ്സ്. എ എന്ന് പറഞ്ഞാൽ 60% മാത്സിന് മേടിക്കണം, ബി എന്ന് പറഞ്ഞാൽ 90% മാത്സിന് മേടിക്കണം. ഇവർ രണ്ടുപേരും IIT പോകണം. ഇതിന് വാല്യൂ അഡീഷൻ എൻ്റെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം എ ആണ്. വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ 60% IIT പോകുക വെച്ചാൽ ഡ്രീം ഡെസ്റ്റിനേഷനാണ്. 90% കിട്ടാൻ അവന് അവൻ പോകേണ്ടതാണ്. അപ്പോൾ ആ 60% അവിടെ എത്തിക്കാനുള്ള ഇപ്പം നമുക്ക് ടെക്നോളജിക്കൽ ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു 10 കൊല്ലം മുമ്പിൽ ഇഷ്ടംമാതിരി ആപ്പ് ഉണ്ട്, മെത്തഡോളജീസ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ഉണ്ട്, കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഒരു 60% IIT പോയാൽ അത് ആ പ്രദേശത്തെ വലിയ സക്സസ് ആണോ? ഇവന് 60% IIT പോയി, 98 സ്റ്റോറിയാണ്. 98 പിന്നെ അവൻ പിന്നെ എവിടെയാണ് പോകേണ്ടത്? അവന് 98% ആവും, വെരി നോർമൽ തിങ്. അപ്പോൾ അത് കാരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വഞ്ചറസ് ആയിട്ട് എടുക്കേണ്ടത് ആവറേജ് മക്കളാണ്. എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടത് ആവറേജ് മക്കളാണ്, അവർക്കാണത് വലിയൊരു ആസ്പിറേഷനായിട്ട് മാറുന്നത്. സാധാരണ 99% പഠിച്ചു അവന് വേറെ വഴിയൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ ഈ സാർ മാത്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്, ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, സാറേ ഞാൻ മാത്സ് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല, കാരണം ഞാൻ മെഡിസിന് അതായത് നീറ്റിന് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്സ് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ എന്നാൽ എനിക്ക് നീറ്റിന് അഡ്മിഷൻ കിട്ടുന്നില്ല, മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണ്. എഞ്ചിനീയറിംഗ് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ചോയ്സ് ഇല്ല. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിൽ പോകുമ്പോൾ ഈ മാത്സിൽ ഞാൻ വീണ് പോവുമോ, മാത്സ് ഇത് പഠിക്കാൻ പറ്റാതെ വരുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഇത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കാര്യം, അവരിത് ഈ ഒരു വലിയ ഭാരം തലയിൽ വെച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യമേ കളഞ്ഞില്ല എങ്കിൽ മുന്നോട്ടുള്ള യാത്ര മുഴുവൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്റ്റുഡൻസിന് സാർ അതിൻ്റെ ഒരു മാത്സ് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് അതിൻ്റെ വേറൊരു വശവും കൂടി ഉണ്ട്. എന്താ അറിയാമോ, അത് നമുക്ക് ഇഷ്ടംമാതിരി ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ബിടെക് പഠിക്കുന്ന മക്കൾക്ക് മുഴുവൻ അവരെ പേടിപ്പിക്കുന്നൊരു സംഭവം, എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറഞ്ഞ 4 പേപ്പറുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ച അവിടുത്തെ പ്രൊഫസർമാർ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഏറ്റവും കടുപ്പമായിട്ടുള്ള ഫസ്റ്റ് ഇയർ പേപ്പർ എഞ്ചിനീയറിംഗ് മാത്സ് ആണ്. അടുത്തതും പറയും ഇങ്ങനെ അറിയോ, ഒരു 60 പേരുടെ ക്ലാസ്സിൽ മിക്കവാറും 55 പേരും തോക്കണതിനറിയോ എഞ്ചിനീയറിംഗ് മാത്സിലാണ്. അത് പാസ്സാകൂലെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂ കൊടുക്കുകയാണ്. മിക്കവാറും ഇന്നും ഏത് ബിടെക് കോളേജിൽ പോയാലും ഫസ്റ്റ് ഇയർ അരിയർ വരണം മെയിനായിട്ട് ബേസിക് എഞ്ചിനീയറിംഗ് മാത്സ് ആണ്. എൻ്റെ മാത്സ് വീക്കാണ്, എഞ്ചിനീയറിംഗ് മാത്സ് ഭയങ്കര കടുപ്പമാണ്, പഠിക്കാൻ പറ്റില്ല എന്നൊരു വ്യൂ വരുന്നുണ്ട്. ഇത് കാരണം തന്നെ പല ആൾക്കാർക്കും ഈ മാത്സ് ഇല്ലാത്ത വീക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് പോകേണ്ട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ദൈവസത്യം പറയാം, ഞാൻ മാത്സ് പഠിച്ചില്ല, മാത്സ് കാര്യമായിട്ട് ബുദ്ധിമുട്ടിയില്ല, ഞാൻ മാത്സ് ഇത്തിരി ഉഴപ്പി, എനിക്ക് ബിടെക്. ആ ഉഴപ്പ് പഠിച്ചില്ല എന്ന് പറഞ്ഞ സംഭവം ഈ മാത്സിന് മാത്രമല്ല, ലോകത്തിന് ഒന്നിനും അത് സബ്സ്റ്റിറ്റ്യൂട്ടാണോ? ലോകത്ത് ആരൊക്കെ മുമ്പിൽ വന്നൊരു ബുദ്ധിമുട്ടിയാണ് വന്നത്. ഉഴപ്പി വന്നവർ വളരെ കുറവാണ്. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല രാഷ്ട്രീയത്തിൽ, അവന് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അവൻ ചെയ്തു. അപ്പോൾ മാത്സ് ഞങ്ങൾ പഠിച്ചില്ല, മാത്സ് ഞാൻ ഉഴപ്പി, മാത്സ് ഞാൻ ബയോളജി എടുത്തു, നീറ്റ് ഫോക്കസ് ചെയ്തു, മാത്സ് ഇഗ്നോർ ചെയ്തു, എനിക്ക് രക്ഷപ്പെടാമോ? ആ ഇഗ്നോർ ചെയ്ത് മേക്കപ്പ് ചെയ്യണം. ഷോർട്ട് കട്ട്സ് ഇല്ല, പ്ലീസ് മനസ്സിലാക്കണം. ഞാൻ മാത്സിൽ 50 ഉള്ളൂ, അത് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്ട് കട്ട്സ് പഠിക്കണം. പക്ഷേ പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ 10 കൊല്ലം ഇത് പഠിച്ചെടുക്കാൻ പറ്റൂല. നിങ്ങൾ മാത്സ് കുറവാണ് പറ്റും. ഇപ്പം അതിനുള്ള ടെക്നോളജി ഉണ്ട്, ഒരുപാട് ബ്രെയിൻസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. എനിക്ക് ഇത് യൂഷ്വലി ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറേ എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യം, ഞാൻ CET പഠിച്ചത്. CET പഠിക്കുമ്പം നമ്മൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ നമ്മുടെ കൂടെ കുറച്ചുകൂടെ സ്റ്റുഡൻസ് വന്ന് ജോയിൻ ചെയ്തു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രിയിലൂടെ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് വന്നവരാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് പോളിടെക്നിക്ക് പോയി ഡിപ്ലോമയ്ക്ക് പോയി, അതിനുശേഷം CETയിൽ സെക്കൻഡ് ഇയർ നമ്മുടെ കൂടെ വന്ന് ലാറ്ററൽ എൻട്രി ജോയിൻ ചെയ്തു. അപ്പോൾ അവർ ഇതിനിടയ്ക്ക് +1 +2 മാത്സ് ഒക്കെ മിസ് ചെയ്തു, പഠിച്ചിട്ടില്ല.
നേരെ എഞ്ചിനീയറിംഗ് മാത്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമാകുമെന്നുള്ള ഒരു പേടി അവർക്കുള്ളത് കൊണ്ട് ഉണ്ട്. അപ്പോൾ അവർ മാത്സിൻ്റെ ക്ലാസ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നോക്കുമ്പോൾ ഇവർ മാത്സിന് ഒരൊറ്റ ക്ലാസ് മിസ് ചെയ്യത്തില്ല. കാര്യം ഇവർക്ക് മുന്നേ അറിയാം മാത്സ് നമുക്ക് ടഫാകാൻ പോകാൻ സാധ്യതയുണ്ട്. അവർ നേരത്തെ മാത്സിൻ്റെ ക്ലാസ് ഒന്നും മിസ് ചെയ്യാതെ നേരത്തെ തന്നെ മാത്സിൻ്റെ ട്യൂഷനോ മറ്റ് ഓപ്ഷൻസിലൂടെ ഒക്കെ പഠിച്ച് NPTEL ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. NPTEL സ്വയം ആപ്പിലൂടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് കോഴ്സുകൾ IITയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സെറ, ഉഡമി, അങ്ങനെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ അവർ നേരത്തെ പഠിച്ചിട്ട് ക്ലാസ് വന്നിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ മാത്സ് പഠിക്കാത്ത ആൾക്കാരാണ് എല്ലാ സെമസ്റ്ററിലും കൃത്യമായിട്ട് മാത്സിന് ഫുൾ മാർക്സ് വാങ്ങിച്ചത്. കാരണം അവർക്ക് നേരത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇത് തന്നെയാണ്. അപ്പോൾ എന്താ മനസ്സിലാകണത്, ഇന്ന് വളരെ ആവറേജ് ആയിട്ടുള്ള കുട്ടിക്കും ടോപ്പിലെത്താം. വളരെ ആവറേജ് ആയിട്ടുള്ള കുട്ടിക്കും കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണേൽ IIT NIT കിട്ടുന്ന പ്ലേസ്മെൻറ്റ് ഡ്രീം ചെയ്യാം. അത് ടെക്നോളജി ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഇന്ത്യയുടെ ഒരു ഘടകം, ഇന്ത്യയിലെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂടുതലാണ്. നമ്മൾ 130 കോടിയോ 140 കോടിയിലോട്ട് പോവുകയാണ്. അതിൽ ആസ്പിറൻസ് ആയിപ്പോയി. ഈ യൂട്യൂബും ഈ പറഞ്ഞ ഗൂഗിളൊക്കെ വന്ന പിന്നെ എല്ലാ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. ഞാനൊക്കെ പഠിക്കുമ്പോൾ ആയിത്തീരുന്ന ആഗ്രഹമില്ല. അത് ആഗ്രഹം ഉണ്ടാക്കണമെങ്കിൽ ഒരു ടെക്നോളജി വേണം. ഇപ്പോൾ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ വലിയ ആളാണെന്ന് ആഗ്രഹമാണ്. ഇപ്പോൾ എല്ലാവരും കമ്പീറ്റ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റീഷൻ കൂടിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ജി മെയിൻസിൻ്റെ ഇപ്പോൾ പരീക്ഷ 7.25-8 ലക്ഷം പേരാണ് എഴുതുന്നത്. 3-3.5 ലക്ഷം ഡബിളായി 2 കൊല്ലം കൊണ്ട്. നീറ്റിൻ്റെ പരീക്ഷ ഇത്തവണ ടച്ച് 27.8 ലക്ഷമാണ്. 1 ലക്ഷം സീറ്റില്ല. നിങ്ങൾക്കൊരു സ്റ്റാറ്റിക്സ് പറയട്ടെ, നിങ്ങൾ ഈ വേൾഡ് എക്കണോമിക് ഫോറമൊക്കെ അടിച്ചപ്പോൾ സൂപ്പർ സ്റ്റാറ്റിക്സ് ആയിരുന്നു. അതിൻ്റെ ഒപ്പത്തുമില്ല, ചെറിയ സ്റ്റാറ്റിക്സ് പറയട്ടെ. ഇന്ത്യയിൽ ആകെ കൂടി 1 ലക്ഷം സീറ്റേ ഉള്ളൂ. 28 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത്. 27 ലക്ഷം പേരും തോറ്റു ആണല്ലോ. 1 ലക്ഷം, ബാക്കി 27 ലക്ഷം പേര് തോറ്റു. എന്നാലും ആൾക്കാർ എഴുതുന്നത്. നീറ്റ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞാൽ അമേരിക്ക നമ്മളുടെ രാജ്യത്തിനെക്കാട്ടും ഇന്ത്യനെക്കാട്ടും 3 ഇരട്ടി വലുതാണ്. നോർത്ത് സൗത്ത് അമേരിക്ക 3 ടൈംസ് ബിഗറാണ്. പോപ്പുലേഷൻ കുറവാണ്. അവിടെ എത്ര MBBS സീറ്റ് ഉണ്ട് അറിയാമോ? അവിടെ എല്ലാം കൂടെ രാജ്യത്ത് നമ്മുടെ 3 ഇരട്ടി വലുത് അമേരിക്കയിൽ 80,000 സീറ്റേ ഉള്ളൂ. 30,000 എത്ര? നമ്മളവിടെ 1 ലക്ഷം സീറ്റുണ്ട്. ഇനി ഇവിടെ നിന്ന് പരീക്ഷ എത്ര ആൾക്കാരെ? 27 ലക്ഷം പേര്. അവിടെ എത്ര പരീക്ഷ അറിയോ? 80,000 പേര്. 30,000 സീറ്റിന് 80,000 പേര് എഴുതിയാൽ 3-ൽ ഒരാൾക്ക് കിട്ടുമോ? ഇവിടെ 27 ലക്ഷം പേര് എഴുതിയാലേ ഇത് കിട്ടുള്ളൂ. 1 ലക്ഷം സീറ്റ്. അപ്പോൾ 28 പേരിൽ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എത്രയും വലിയ രാജ്യമാണ് അവർ. അവിടെ ആസ്പിറൻസ് ഇല്ല. എന്തില്ല? അമേരിക്കയുടെ ഏറ്റവും വലിയ ആസ്പിറൻസ് ഇല്ല. ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർക്ക് വലിയൊരു ആസ്പിറേഷൻ ഒന്നുമില്ല. അവർക്ക് ജോലി കിട്ടി തട്ടുമുട്ടി ജീവിച്ചു പോകണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഇടിച്ച് കയറുക. അതൊരു പോസിറ്റീവായിട്ട് കാണണം. കോമ്പറ്റീഷൻ പുറകോട്ട് പോയിട്ട് കാര്യമുണ്ടോ? കോമ്പറ്റീറ്റീവ് ആവണം. അപ്പോൾ നമ്മൾ വിട്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ എൻട്രൻസ് കോച്ചിങ് 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ സിവിൽ സർവീസ്, 8ാം ക്ലാസ്സിൽ നീറ്റ് കോച്ചിങ്ങിന് 5 കൊല്ലം. ഇത് അമേരിക്കക്കാരും ചെയ്യുമോ? അമേരിക്കക്കാർ 5 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്താൽ അത് വേൾഡ് നമ്പർ 1 ഇപ്പോഴാണ്. അമേരിക്കയിലൊക്കെ 5 കൊല്ലമൊക്കെ വർക്ക് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റ് തയ്യാറാണ്. അവരെവിടെ വർക്ക് ചെയ്യണം? അമേരിക്കയിൽ ഒരു ഗ്രാജുവേറ്റ് കോഴ്സ് പാസ്സായാൽ അതിൽ ആ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിക്കുമ്പോൾ 2 സമ്മർ ഹോളിഡേ ആണ്, 12 മാസം. അതിൽ 80% ആൾക്കാർ ആ നാട്ടിൽ നിന്ന് വിട്ട് ആഫ്രിക്കയിലും ഇന്ത്യയിലൊക്കെ കണ്ടോ ഇവിടെ കറങ്ങാൻ പറ്റും. നമ്മുടെ ഇന്ത്യക്കാരൻ അവൻ അന്നും പഠിക്കും, വെക്കേഷനും പഠിക്കും, സാറ്റർഡേയും MBBS കഴിഞ്ഞാൽ PG നീറ്റായി. എന്താണ് ജീവിത അവസാനം വരെ എൻട്രൻസ് നമ്മുടെ മക്കൾ. ഈ ഉസൈൻ ബോൾട്ട് ഓടി സമ്മാനം കിട്ടിയപ്പോൾ ഞാനൊരു ട്രോളിൽ വായിച്ചതാണ്. അതിനിടെ ഒരു മലയാളി വന്ന് എഴുതിയേക്കാണ്, കേരളത്തിലെങ്ങാനും ആണെങ്കിൽ ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകേണ്ട പയ്യനാണ് ഉസൈൻ ബോൾട്ടിൻ്റെ ഫോട്ടോയുടെ കീഴിൽ. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലിൽ എല്ലാവരും കോച്ചിങ്ങിന് പോകുന്നത് ഭയങ്കര ഒരു ലെവലിലേക്ക് പോയി. ഇപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണോ അതുപോലെ. റിപ്പീറ്റിങ് ഒരു ക്വസ്റ്റ്യനാണ്, സാറേ ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തു, അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല, വീണ്ടും റിപ്പീറ്റിന് പോകണം. കാര്യം ഇതിനകത്ത് അവർ കാണുന്നത് ഇപ്പം മെഡിസിൻ്റെ സീറ്റിന് വേണ്ടിയാണ്. എഞ്ചിനീയറിങ്ങിന് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അത് ടാഗ് IIT ടാഗിന് വേണ്ടിയിട്ട് അല്ലേ. പക്ഷേ ഈ ടാഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്ര പ്രസക്തമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലത്തെ പല റിപ്പോർട്ടുകളിലും നമ്മൾ റീസെൻ്റ്ലി കാണുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് റിക്രൂട്ടേഴ്സ് ഇപ്പം ടാഗ് ഈ പെഡിഗ്രി നോക്കുന്നില്ല. അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലാണ്. ഇവന് ഈ പറഞ്ഞ പോലെ ഏത് കോളേജിൽ പഠിച്ചു എന്നോ അവൻ്റെ മാർക്സോ അവൻ്റെ റാങ്കുകളോ ഒന്നുമേ പരിഗണിക്കുന്നില്ല. സ്കിൽസ് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ റെസ്യൂമേ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇവൻ്റെ സ്കിൽസ് മാത്രം കണ്ടാൽ മതി അവർക്ക്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ടാഗ് നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതെ, അതതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് 2 ടൈപ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് ക്യാമ്പസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഓഫ് ക്യാമ്പസ് സംഭവമുണ്ട്. അത് കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഫേമസ് അല്ല. ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ കമ്പനികൾ ഈ കോൺക്ലേവായിട്ട് കൂടും. ഈ മനോരമയുടെ എക്സിബിഷന്മാർ 19 കമ്പനികൾ വന്നിരിക്കും. നമുക്ക് ലൈനപ്പ് ചെയ്യാം, അവരുടെ റിക്രൂട്ടേഴ്സായിട്ട് മീറ്റ് ചെയ്യാം, അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ 3 ദിവസത്തെ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഈ ഒരു മാഗസിനും അല്ലെങ്കിൽ ഒരു കോളേജുകാരും പറയാത്തൊരു സീക്രട്ട് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ IIT അല്ലെങ്കിൽ NITയുടെ പ്ലേസ്മെൻറ്റ് 170 1.7 crores ഇപ്പോൾ പ്ലേസ് IIT കാൺപൂർ. ഇപ്പോൾ അവർ ഡൽഹിയൊക്കെ മാറി, ഡൽഹി ബോംബെയൊക്കെ താഴെ പോയി. അവരാണ് ഒരാൾക്ക് കിട്ടിയാൽ അവർ കയറുമല്ലോ, അങ്ങനെയാണല്ലോ. NIFR റേറ്റിംഗ് മാറുമല്ലോ. നിങ്ങൾക്കിത് അറിയാത്ത ആരും അറിയാത്തൊരു സംഭവം എന്താ അറിയാമോ? 1,71,00,000 രൂപ കൊടുത്തില്ലെങ്കിലും ഏകദേശം 90 ലക്ഷം 1 കോടിയൊക്കെ സ്ഥിരമായിട്ട് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലുണ്ട്. നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല പലപ്പോഴും. ഇവിടെ അങ്ങനെ സംഭവം അറിയില്ല. നമ്മുടെ ഞാൻ എംപ്ലോയ്മെന്റ് ന്യൂസിലൊക്കെ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ജോബ് ഫെയർ ഈ പറഞ്ഞ ജോബ് ഫെയറല്ലേ പറയണത്. നിങ്ങൾക്ക് ഒരു കാണാൻ കൊള്ളാവുന്ന പെണ്ണായാലല്ലേ നമുക്ക് സ്നേഹം വരുള്ളൂ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആൾ കോഴ്സ് സ്നേഹിക്കുന്നു, അവന് ഗേൾ ഫ്രണ്ടിനെയും സ്നേഹിക്കും ഉണ്ടല്ലോ. ആ ഗേൾ ഫ്രണ്ടിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അത് കാണാൻ അപ്പിയറൻസ് നന്നായിരിക്കണം. ഇത് IITനെ സ്നേഹിക്കും, എന്താ IIT പറഞ്ഞാൽ ആണോ? ശരിയല്ലേ? പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കാമോ? ഒരു പെൺകുട്ടിയോടെ ചേരാൻ പോവുക, അതിന് ഒരാഴ്ച മുമ്പ് ഒരു ക്യാമ്പയിനിങ്, ഒരു അടിപൊളി പെൺകുട്ടി വരാൻ പോകണം, ഭയങ്കര ഭംഗിയുള്ള പെണ്ണാണെന്നൊക്കെ ഒരു ക്യാമ്പയിനിങ് നടത്തി ആ പെൺകുട്ടി വരിക, വന്നത് ആവറേജാണെന്ന് വെച്ചോളൂ. ഞാൻ സൈക്കോളജി പറഞ്ഞിട്ട് ലുക്ക് ആവറേജാണ്. ഇന്നാലും 10-15 പേര് സ്നേഹിച്ച പ്രതീക്ഷയുടെ പുറത്ത് എന്താണ് ഈ പ്രതീക്ഷ നമ്മുടെ ഇവിടെ ആരെങ്കിലും കൊടുക്കണ്ടോ കേരളത്തിൽ? ഓഫ് ക്യാമ്പസിന് ഒരു കോളേജിൽ നിന്ന് ഒരാൾ ഓഫ് ക്യാമ്പസിന് പോകുന്നുണ്ടോ? ഞാൻ ഇത്രയോ കുട്ടികളോട് നിങ്ങൾ ഓഫ് ക്യാമ്പസ്, നിങ്ങൾ ഈ പ്ലേസ്മെൻറ്റ് കോളേജുകൾ ചാകല്ലേ. കോളേജിൽ ജോബ് പ്ലേസ്മെൻ്റ് അല്ല, കോളേജിൽ ജോബ് പഠിപ്പിക്കലാണ്. അല്ല പ്ലേസ്മെന്റ് നമ്മളിവിടെ സംസാരിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്ന ഈ ഓഫ് ക്യാമ്പസിൽ കഴിഞ്ഞ ഓണം 98 lakhs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IITയുടെ ആവറേജ് മീൻ സ്ട്രക്ചർ എത്രയാണ്? അത് നമ്മുടെ 13 IITയുടെ അല്ല, നമുക്ക് ടോപ്പിൽ നിൽക്കുന്ന 5 IIT എടുത്തു കഴിഞ്ഞാൽ ബേസ് വാല്യൂ പ്ലേസ്മെൻറ്റ് പറയുന്നത് 30 ലക്ഷം രൂപയാണ്, മാസം 2.5 ലക്ഷം രൂപ. അതൊക്കെ എല്ലാ ഓഫ് ക്യാമ്പസിലും കിട്ടുന്നുണ്ട്. ഈ ഓഫ് ക്യാമ്പസിൽ പോകുമ്പോഴേ അവൻ IIT ആണോ NIT ആണോ നിങ്ങൾ പറഞ്ഞ് നോക്കുന്നില്ല അയാൾ. അവൻ പ്രൊഫൈൽ നോക്കിയിട്ടെ. ഈ ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ തരം കഴിഞ്ഞിട്ടല്ലേ. അപ്പം ഈ തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ കേരളത്തിൽ ഇവിടെ അടുത്തുള്ള കോളേജിൽ, സാധാരണ കോളേജിൽ, പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത കോളേജിൽ പഠിച്ചവൻ ഓഫ് ക്യാമ്പസിന് ടൈലർ മെയ്ഡ് ആയാൽ അവിടെ നിന്ന് കിട്ടുമല്ലോ ജോലി. നിങ്ങൾക്ക് ജോലി ക്യാമ്പസിൽ നിന്ന് കിട്ടുന്നൊക്കെ ഒന്നും ആവശ്യമില്ല, എവിടെ നിന്ന് കിട്ടിയാലും പോരെ. അതൊക്കെ സങ്കുചിതമായി ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കോളേജുകളിലെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കോളേജിൽ എക്സസൈസ് ചെയ്യണം. അവർ ഫസ്റ്റ് ഇയർ മുതൽ പറയണം നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിനെക്കാട്ടും പവർഫുൾ എന്താണ് ഓഫ് ക്യാമ്പസ്. ഇവിടെ കോളേജിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പോൾ പ്രതീക്ഷയില്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ വിളിച്ച് ചോദിക്കണ്ട ഫോൺ. ഇപ്പോൾ വിളിച്ചൊരു കുട്ടി എഞ്ചിനീയറിംഗിന് പോകുന്ന കുട്ടിയാണ്. ആ കുട്ടി വിളിച്ചത് സാറേ എനിക്ക് ഈ 3 കോളേജ് കിട്ടി, എവിടെയാണ് പ്ലേസ്മെൻറ്റ്? നിങ്ങൾ പ്ലേസ്മെൻറ്റ് നോക്കിയിട്ട് പോകണ്ട. അടുത്ത പോലെ അവിടെ പ്ലേസ്മെൻറ്റ് നടക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല, ചെറിയൊരു മാർജിനല്ലോ. ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ നിങ്ങൾ എംപവർ ചെയ്യുക. എന്തിനാ? പ്ലേസ്മെൻറ്റ് എംപവർ ചെയ്യുക. അത് ക്യാമ്പസ് ആണോ ഓഫ് ക്യാമ്പസ്? ക്യാമ്പസിനെക്കാട്ടും എളുപ്പം എവിടെയാണ്? ഓഫ് ക്യാമ്പസ്. 2-3 ഗുണങ്ങൾ എന്താ അറിയോ? ഓഫ് ക്യാമ്പസിൽ അസോർട്ടഡ് ആണ്. നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോകുക. ആ ക്ലാസ്സിൽ 20 പേരും യൂണിഫോം സ്ട്രക്ചർ, യൂണിഫോം മോഡലല്ലേ, എല്ലാം ഒരേ ടൈപ്പല്ലേ, ടൈലർ മെയ്ഡ് അല്ലേ, എല്ലാം ഒരേമാതിരി പഠിപ്പിച്ചു, ഒരേ എന്താ വ്യത്യാസം? റിക്രൂട്ടർക്ക് ഇയാൾക്ക് 70, ഇയാൾക്ക് 80, ഇയാൾക്ക് അത് വെച്ചല്ലേ എടുക്കുന്നത്. നിങ്ങൾ ഓഫ് ക്യാമ്പസ് എല്ലാ കോളേജിലും പിള്ളേരുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സൽ ചെയ്യാൻ എളുപ്പമാണ്. ഓഫ് ക്യാമ്പസ് നോക്കുക. നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ചിന്തിച്ചിട്ട് കോളേജ് സെലക്ട് ചെയ്യണ്ട. അതെ, നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും. അതായത് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിന് ഭൂമിയിലെ സ്വർഗം എന്ന് വിചാരിക്കേണ്ട കാര്യം ഒരു തരത്തിൽ ചിന്തിച്ചാൽ അതൊരു സീലിംഗ് ആണ്. കാരണം ആ കോളേജിലെ പ്ലേസ്മെന്റ് മാത്രം നോക്കിയിരുന്ന കോളേജിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് മാത്രമേ വരുള്ളൂ. ഈ ഇൻഡസ്ട്രീസും ലുക്ക് ചെയ്യും. ഇൻഡസ്ട്രീസ് എല്ലാ കോളേജിലും പോകും. അവനൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ശരിയല്ലേ? CET പോകണം സാധാരണ കോളേജിൽ പോവില്ല. അപ്പം നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കണ്ടെയ്ൻ ചെയ്യല്ലേ. മറ്റേ ഓഫ് ക്യാമ്പസ് എല്ലാ ബാൻഡ് വിഡ്ത്തിലോ ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടില്ലേ? കറക്റ്റ് പോയിന്റ്. സംസാരിക്കുമ്പോൾ സീറ്റിലെ സീറ്റിലെ പ്ലേസ്മെന്റിനെക്കാട്ടിലും ഡിസർവിംഗ് ആയിട്ടുള്ള കമ്പനികൾ അതിന് മേലെയുണ്ട്. അതിന് മേലെ ഒരുപാട് ജോലികൾ ഇഷ്ടംമാരുണ്ട്. പക്ഷെ അതിലേക്ക് അവർ അസ്പയർ ചെയ്യുന്നില്ല. അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാറില്ല. അപ്പോൾ നമ്മൾ കഴിവ് നമ്മുടെ 0 to Infinity പ്രോഗ്രാമിൽ MSigma ഗൂഗിളിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഫൈനൽ ഇയർ എത്തുമ്പോഴേക്കും അവർക്ക് ഇത്തരത്തിൽ ഓഫ് ക്യാമ്പസ് ആയിട്ട് നമ്മൾ പ്ലേസ്മെന്റ് ബെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എംപവർ ചെയ്യും. എന്താണ് എംപവർ ദ സ്റ്റുഡൻറ്റ് ഫോർ പ്ലേസ്മെന്റ്, എംപവർ ദ സ്റ്റുഡൻറ്റ് ഫോർ പ്ലേസ്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജ് ഷുഡ് എംപവറിംഗ് ഫോർ അക്കാഡമിക്സ്. രണ്ട് ഡ്യൂട്ടിയാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടും കൂടി ചെയ്യണ കാര്യമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയാം. പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ബേസിക്കലി എഞ്ചിനീയറിംഗ് കോളേജിൽ 95% ഓഫ് പീപ്പിൾ ആർ അക്കാഡമീഷ്യൻസ്. ഞാനൊരു 36 പഠിപ്പിച്ച ആളാണ്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ ബാക്കി എല്ലാ അക്കാഡമിഷ്യനും പഠിച്ചത് വെങ്കിട്ടരാമൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെങ്കിൽ കേട്ടിട്ട് ദേഷ്യപ്പെട്ടത്. അക്കാഡമിഷ്യൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്, ഹീ ഈസ് ദ മോസ്റ്റ് ഇംപ്രാക്ടിക്കൽ പേഴ്സൺ ഇൻ ദ വേൾഡ്. നിങ്ങൾ അധ്യാപകനാണ്. ഞാൻ എൻ്റെ 2 ഫേസ് അനുഭവിച്ചാണ്. ഞാൻ പ്യൂർ അക്കാഡമിഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലി സൈറ്റിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് അക്കാഡമിക്സിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടും അറിയാം. മറ്റേ ഒരു പ്രാക്ടിക്കലാണ്. ഇൻഡസ്ട്രിയിൽ വേണ്ട പ്രാക്ടിക്കലാണ്. അധ്യാപകനെ കൊണ്ട് പ്ലേസ്മെൻറ്റ് ചെയ്യിച്ചാൽ ആ സ്ഥാപനം അടച്ചു പോകും.
ഇവിടെ എല്ലാ കോളേജിലും അവിടുത്തെ ഒരു അധ്യാപകനാണ് ആര്, പ്ലേസ്മെൻറ്റ് ഓഫീസർ. അല്ലെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ് ഓഫീസർ ഇപ്പോൾ പല കോളേജിലും നല്ലൊരു പ്ലേസ്മെൻറ്റ് MBA പഠിച്ച ആൾ വെക്കുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആസ് എ വൺ മാൻ. ഈ കുട്ടികൾ മുഴുവൻ കീമിൽ ചൂസ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ അധ്യാപകരോ പ്രിൻസിപ്പലിൻ്റെ പേരോ ഫോട്ടോ അല്ല. അവർ ചോദിക്കുന്ന പ്ലേസ്മെൻറ്റാണ്, ജോലി കിട്ടുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജിൽ പഠിപ്പിക്കണേക്കാട്ടും കൂടുതൽ പവർഫുള്ളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായിരിക്കണം? അതെവിടെയുള്ള നമുക്ക് കോളേജിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കോളേജ് കാണ്ട് അഫോർഡ്. അപ്പോൾ കോളേജിന് മക്കളും പാരൻസും, കോളേജ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അക്കാഡമിക് സ്റ്റഡി. പ്ലേസ്മെൻറ്റ് ഈസ് നമ്പർ 2. ദാറ്റ്സ് ജസ്റ്റ് ടു കം ബൈ. ഐ തിങ്ക് പ്രോബ്ലി Sigma, യുവർ റോൾ ഈസ് ഇൻ എംപവറിങ് പീപ്പിൾ ഫോർ പ്ലേസ്മെൻറ്റ്. നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കല്ലേ, നിങ്ങൾ എംപവർ ദ പീപ്പിൾ ഫോർ പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് യുവർ ട്രംപ് കാർഡ്. അതില്ലപ്പോൾ അവിടെ ഈസ് എ USP ഫോർ യു. ആരും ചെയ്യുന്നില്ല. ആക്ച്വലി കോളേജുകളിൽ ഫോക്കസേ വേറെയാണ്. അതെ, കാര്യം അവിടെ അക്രഡിറ്റേഷൻ, അവിടെ അക്കാഡമിക്സ്, അവിടെ യൂണിവേഴ്സിറ്റി റാങ്ക്, ഇതിലൊക്കെയാണ് ഫോക്കസ്. തെറ്റില്ലെന്നേ, അതെ, തെറ്റില്ല. അത് മാൻഡേറ്റ് ആണ്. അത് അവർ അതായത് നിങ്ങൾക്ക് പറയണ മനസ്സിലാകാത്ത IIT-യിൽ ഉഗ്രം പ്ലേസ്മെൻറ്റാണ്. IIT-ൽ ഉഗ്രം പ്ലേസ്മെൻറ്റ് ആരാ കൊണ്ടുവന്നത്? IIT-ലെ പ്രൊഫസർമാരാണോ, ഡീനാണോ, പ്രിൻസിപ്പലാണോ? ആരുമല്ല. IIT-ൽ സൂപ്പർ പ്ലേസ്മെൻറ്റ് വന്ന് ഇൻഡസ്ട്രിക്ക് വേണം കൊണ്ട് അവിടെ പോണത്. IIT-ൽ ടോപ്പ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് സ്ലോട്ട് തരാമോ 2 ദിവസം. ഇവിടുത്തെ കോളേജുകാർ ഇൻഫോസിസിന് വിളിച്ചാൽ വരുന്നില്ല. 2 എന്ന് പറഞ്ഞ ഇവിടുത്തെ കോളേജ് മോശമെന്ന് പറയണം. പക്ഷേ എല്ലാവരും പറഞ്ഞാൽ ഇവിടെ ഇൻഫോസിസ് വരാറില്ല, അപ്പോൾ ഇത് മോശം. നോ, ദാറ്റ് ഈസ് നോട്ട് ദ പർപ്പസ് ഓഫ് റേറ്റിംഗ്. അത് ശരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലേ, ശരിയല്ല. അപ്പോൾ ഇവിടുത്തെ കോളേജ് മോശമോ ഇൻഫോസിസ് അങ്ങനെയുള്ള കുട്ടികൾ സാറേ ഇവിടെ ആ കമ്പനിയാണ് വരുന്നത്, നോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇന്ന കമ്പനി അങ്ങനെയാണല്ലോ, CET-ൽ ഇന്ന കമ്പനി വരുന്നുണ്ട്, മറ്റേ കോളേജിലും ഇതൊക്കെ എന്നോട് പറയുമല്ലോ, അപ്പോൾ ആ കോളേജ് മോശമല്ലേ. ദാറ്റ് ഈസ് നോട്ട് എ സ്കെയിൽ ടു സേ ദിസ് എ ബാഡ് കോളേജ് ആൻഡ് ദാറ്റ് ഈസ് എ ഗുഡ് കോളേജ്.